എല്ലാവർക്കും സിവി ഓർഗാനിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലെ ഓച്ചിറക്കാർ ആഘോഷിക്കുന്ന 28ാം ഓണത്തിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഓച്ചിറക്കാർ മാത്രമല്ല, 52 കരക്കാരാണ് ഇത് ആഘോഷിക്കുന്നത്. അപ്പോൾ ഓണത്തിനെക്കാട്ടിലും ഓണാട്ടുകരക്കാർക്ക് പ്രാധാന്യം എന്ന് പറയുന്നത് 28ാം ഓണമാണ്. ഓണം കഴിഞ്ഞ് 28ാമത്തെ ദിവസമാണ് 28ാം ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ 28ാം ഓണത്തിന് ഒരു ഐതിഹ്യമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഓണാട്ടുകരക്കാർക്ക് കൃഷിയായിരുന്നു പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത്. ചിങ്ങമാസത്തിലെ കാർഷിക വിളവെടുപ്പ് കഴിഞ്ഞാൽ തങ്ങളുടെ കന്നുകാലികളോടുള്ള ആദരസൂചകമായി അവരെ ഒരുക്കി ഓച്ചിറ പരബ്രഹ്മത്തിൻ്റെ മുന്നിൽ വരുമായിരുന്നു. അപ്പോൾ ഇത് അന്നു മുതലൊരു കാർഷിക ഉത്സവമായിട്ടായിരുന്നു ഓണാട്ടുകരക്കാർ ആഘോഷിച്ചത്. പിന്നീട് എന്ത് ചെയ്തു, ഈ യഥാർത്ഥ കന്നുകാലികളെയൊക്കെ മാറ്റിയിട്ട് വൈക്കോലൊക്കെ വെച്ച് കെട്ടി കാളയുടെ രൂപമാക്കിയിട്ട് അതിന് ചുവപ്പ് കളറിലെ തുണിയും വെളുത്ത കളറിലെ തുണിയൊക്കെ പൊതിഞ്ഞ് ഓരോ തലയൊക്കെ വെച്ച് ഓച്ചിറ പരബ്രഹ്മത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുമായിരുന്നു. അത് വാദ്യഘോഷമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലെ ചുവപ്പ് എന്ന് പറയുന്നത് മഹാദേവനെ ഓർമ്മിക്കാനും വെള്ളയെന്ന് പറയുന്നത് പാർവതി ദേവി, ഇങ്ങനെ കണക്കാക്കിയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. എന്നിട്ടിത് ഓച്ചിറ പടനിലത്തേക്ക് കൊണ്ടുവന്ന് എഴുന്നള്ളിക്കും. ഇതേ 28ാം ഓണത്തിൻ്റെ അന്ന് രാവിലെ എൻ്റെ വീടിൻ്റെ അടുത്തൂടെ തന്നെ അലങ്കരിച്ച് കൊണ്ടുവന്ന നന്ദികേശനാണേ. ഇനി രാത്രിയിൽ ഞങ്ങൾ പോയപ്പോൾ ഉള്ള വീഡിയോ ആണ് കേട്ടോ. അവിടെ ഭയങ്കര തിരക്കായത് കാരണം നല്ല രീതിയിലൊന്നും വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. എങ്കിലും കിട്ടിയതൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ടേ. ഞങ്ങൾ കുറേ അധികം സമയം, അതായത് ഒരു 11 മണി വരെ നിന്നിട്ടും വലിയ കാളകളെയൊന്നും കൊണ്ടുവന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിങ്ങ് തിരിച്ചു പോന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പോയി. അപ്പോഴുള്ള കാഴ്ചകളാണ് ഇത്.
ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.